ശ്രീ IC ബാലകൃഷ്ണൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഞാൻ ഉപസ്ഥാനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. ഞാൻ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവറുകൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചില അസഭ്യ വാക്കുകൾ. സാർ, ഈ സഭയിൽ ക്രമപ്രശ്നം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട് സാർ, അവകാശമുണ്ട് സാർ. ദാർഢ്യത്തോടു കൂടിയാണ് അയാൾ സംസാരിച്ചത്. സാർ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഭയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട PWD ടൂറിസം വകുപ്പിനെതിരെ സംസാരിക്കുകയും അതിന് LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് അദ്ദേഹത്തെ ശാസിച്ചതായി പത്രങ്ങളിൽ കണ്ടു. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, മുഖ്യമന്ത്രി ഹുഡ്ബുക്കിൽ കയറുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൂടെ ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം അത് പറയില്ല. സാർ 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 ഇന്ന് ഈ ഉപദാന അഭ്യർത്ഥനകളുടെ ചർച്ച നടക്കുമ്പോൾ സാർ, ഇല്ല സാർ, സാർ, ഉപദാനാഭ്യർത്ഥനകളുടെ ചർച്ച ഇവിടെ നടക്കുമ്പോൾ സാർ, അദ്ദേഹം വളരെ വളരെ സന്തോഷമുണ്ട്. UDF ഗവൺമെന്റ് കൊണ്ടുവന്ന മലയോര ഹൈവേ അടക്കമുള്ള പദ്ധതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് വലിയ അഭിമാനം തോന്നിയ മലയോര ഹൈവേ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് UDFിൻ്റെ കാലത്താണ് സാർ. G. സുധാകരൻ മിനിസ്റ്ററായി വന്നപ്പോൾ അതിന് സ്റ്റേ ചെയ്യുന്നതിന് നടപടി ഉണ്ടാക്കിയപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി അതിനെ എതിർത്തു. ആ നടപടിയെ അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, ഇന്ന് ആരോഗ്യമേഖലയിലെ സ്ഥിതി എന്താ സാർ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് താലൂക്ക് ജനറൽ ആശുപത്രി പോയിരുന്നു സാർ. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സ്, നമ്മുടെ നിയമസഭയുടെ മുന്നിലുള്ള ജനറൽ ആശുപത്രി സാർ, കാണേണ്ട കാഴ്ചയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ OPയിൽ വരിക, മഴ പെയ്യുന്നു, അവിടെ വൃത്തിഹീനമായി കിടക്കുന്നു. രോഗികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഒരുക്കാതെ ഇന്നത്തെ പ്രസ്താവനയും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ഈ ബഡ്ജറ്റിലെ കുറേ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു. സാർ, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ പ്രസ്താവനയിൽ വരേണ്ട കാര്യമുണ്ടോ സാർ? എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള പൊള്ളയായ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ ഇന്ന് ഈ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുക. സാർ, ഇന്ന് ആരോഗ്യമേഖല, വന്യമൃഗശല്യത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. സാർ, UDF ഗവൺമെൻറ് തുടങ്ങിവെച്ച വിവിധ പദ്ധതികളുണ്ട് സാർ. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞു വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവരുടെ സമാശ്വാസ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ. സാർ, ഞങ്ങൾ അന്നും ഇന്നും ആ പദ്ധതികളെക്കുറിച്ചാണ് സാർ ഇവിടെ പറയുന്നത്. ഇന്ന് പല കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ, വിധവകളായ സഹോദരിമാർ ഇന്ന് യാചിക്കുകയാണ് ഗവൺമെൻറ്റിനോട്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാർ. സാർ, ഇന്ന് കർഷകരുടെ സ്ഥിതി എന്താ? ഇന്ന് വയനാട് പാക്കേജിനെ കുറിച്ച് പറഞ്ഞു. വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് സാർ? 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി LDFിൻ്റെ വയനാട് ജില്ലാ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു പാക്കേജ്. എത്ര വർഷം കഴിഞ്ഞു സാർ? എത്ര വർഷം കഴിഞ്ഞു സാർ? ഇന്നും വയനാട് കർഷകരുടെ സ്ഥിതി എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ചോദ്യം ഇവിടെ ഉന്നയിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു സാർ. കർഷകരോടുള്ള എന്ത് ആത്മാർത്ഥത ഉള്ളത് സാർ? ഇന്ന് ക്യാൻസർ, കിഡ്നി, ഹാർട്ട് രോഗികൾ ഇന്ന് പ്രയാസപ്പെടുക സാർ. മാത്രമല്ല സാർ, ഇന്നത്തെ സ്ഥിതി സാധാരണ ഒരു ക്യാൻസർ രോഗി, ഒരു കർഷകൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ അവരുടെ വീടുകളിൽ ജപ്തി നോട്ടീസ് എത്തിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കടം എഴുതി ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട സാർ. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ കർഷകരുടെ കടം. കർഷകരോട് എന്ത് പ്രതിബദ്ധത ഈ ഗവൺമെൻറ്റിനുള്ളത്? ഈ ഗവൺമെൻറ് കർഷകരോട് ഒരു പ്രതിബദ്ധതയുമില്ല സാർ. ഇന്ന് പട്ടികവർഗ മേഖല സ്ഥിതി എന്താ? ഇന്നലെ പ്രിയപ്പെട്ട വിശ്വനാഥ് MLA ഇവിടെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3% ബഡ്ജറ്റ് വിഹിതമെങ്കിൽ 2 കുറച്ചത് ഈ ഗവൺമെൻറ്റാ. അപ്പോൾ പട്ടികവർഗക്കാരോട് എന്ത് പ്രതിബദ്ധത സാർ ഇവർക്കുള്ളത്? സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞതാണ് സാർ. 1000 കോടി രൂപ
ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന്. സാർ, ഈ ഫണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ ചെയ്തതുപോലെ ആകുമോ? കാരണം എങ്ങനെയാണ് ഈ 1000 കോടി രൂപ ഗ്രാമീണ റോഡുകൾക്ക് ചെലവഴിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണ് റീബിൽഡ് കേരളയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഈ പദ്ധതി ജനകീയമായി 1000 കോടി MLA-മാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടി പദ്ധതി നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ ഞാൻ SFIക്കാരൊക്കെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനയൊക്കെ നന്നായി റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാർ, കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ SFIൻ്റെ ജില്ലാ സമ്മേളനം നടന്നു. ആ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് സംഘടനാപരമായുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. പിറ്റേന്ന് പത്രത്തിൽ കണ്ടൊരു വാർത്ത, സുൽത്താൻ ബത്തേരിയിൽ ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു, പക്ഷേ MLA-യുടെ അനാസ്ഥ കൊണ്ട് ആ ഗവൺമെൻറ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞു. സാർ, ധനകാര്യ വകുപ്പ് മന്ത്രി പറയട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയട്ടെ, സാർ, ഈ സഭയിൽ 1-ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും 2-ാം പിണറായി ഗവൺമെൻറ് കാലത്തും ഈ സഭയിൽ ഈ കാലഘട്ടത്തിൽ 2 സബ്മിഷൻ ഉന്നയിച്ചു. ആ സബ്മിഷൻ മറുപടി ഇവിടുത്തെ SFI നേതാക്കൾ അത് പരിശോധിക്കപ്പെടണം. എന്താ പറഞ്ഞത്? സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കാരണം ഗവൺമെൻറ് കോളേജ് തുടങ്ങാനുള്ള പോളിസി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് സാർ ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു, MLA-യുടെ അനാസ്ഥ കൊണ്ട് ഗവൺമെൻറ് കോളേജ് തുടങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒന്ന് SFI നേതാക്കൾക്ക് കാണിക്കാൻ പറ്റും? അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രമേയം ജനപ്രതികൾക്കെതിരെയാണോ വരേണ്ടത്? അവരൊക്കെ സത്യസന്ധതയോടെ വഴിയിൽ കൂടി നയിക്കാൻ പറയണ്ട സാർ. സാർ, ഇന്ന് നമ്മുടെ ഡയാലിസിസ് സെൻ്ററുകൾ ഗവൺമെൻറ്റിനറിയാം, ഗവൺമെൻറ് കൊടുക്കേണ്ട ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രൈവറ്റായി പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെൻ്ററുകൾ അടച്ചു പൂട്ടാൻ പോവുകയാണ് സാർ. ഇന്ന് അടച്ചു പൂട്ടാൻ പോവുകയാണ്. ഇന്നത്തെ സ്ഥിതി എന്താ? ഒത്തിരി കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ സെൻ്ററുകളെ സമീപിക്കുന്നു. അവിടെ ഡയാലിസിസ് കിട്ടാൻ തിരിച്ചു വരുന്നു. ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട സാർ, ഇതൊക്കെ പരിശോധിക്കേണ്ട സാർ. ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക, ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം 2011 ഞാൻ ഈ സഭയിൽ വരുന്നു സാർ. 2011 ഈ സഭയിൽ വന്നപ്പോൾ ഞങ്ങൾ കിട്ടിയ ഉത്തരവനുസരിച്ച് 75 ലക്ഷമാണ് ഒരു MLA-യുടെ പ്രാദേശിക വികസന ഫണ്ട്. പക്ഷേ 2012 UDF-ന്റെ പാർലമെന്റ് പാർട്ടി ചേർന്ന് ഈ ഇരിക്കുന്ന നേതാക്കളടക്കം ഞങ്ങൾ പറഞ്ഞു ഇത് ക്രമാതീതമായി വർദ്ധിപ്പിക്കണം. 1 കോടിയാക്കി സാർ, 1 കോടിയാക്കി സാർ. ഇന്നത്തെ സ്ഥിതി എന്താ? 8 വർഷമായി പ്രാദേശിക വികസന ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് സാർ. കൂടാതെ ഞങ്ങൾ പറഞ്ഞു ഈ 1 കോടി കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ വികസനങ്ങൾ നടക്കണം സാർ. ഞങ്ങൾ പറഞ്ഞു, അന്നത്തെ ധനകാര്യ വകുപ്പ് അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ഞങ്ങൾ പാർലമെന്റ് പാർട്ടിയിൽ ഞങ്ങൾ പറഞ്ഞു എവിടെ നിങ്ങൾ ഫണ്ട് കണ്ടെത്തണം സാർ. 5 കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ ഗവൺമെന്റ് അനുവദിച്ചത്. അത് UDF-ന്റെ MLA-മാർക്ക് മാത്രമല്ല സാർ, ഇവിടുത്തെ അന്ന് 141 ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. അങ്ങനെ 141 MLA-മാർക്ക് കൂടി അനുവദിച്ച 5 കോടി സാർ. ഇത്രയും വർഷമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 10 കോടിയെങ്കിലാക്കി മാറ്റണം സാർ. ജനങ്ങളോടും ജനപ്രതിനിധികളോടും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും നാടിന്റെ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടി 10 കോടിയാക്കി മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ